നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. മടങ്ങുന്നത് സാധാരണക്കാരന്റെ തളത്തിൽ ദിനേശൻ. അന്ത്യം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ശനിയാഴ്ച രാവിലെ. മലയാള സിനിമയ്ക്ക് വീണ്ടെടുക്കാനാവാത്ത നഷ്ടമാണ് ശ്രീനിവാസന്റെ വേർപാടെന്ന് മുഖ്യമന്ത്രി. കാലത്തിന് മുമ്പേ നടന്നയാളാണ് ശ്രീനിവാസനെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അന്ത്യമായത് 48 വർഷം നീണ്ട സിനിമാ ജീവിതം. ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിന് ഹോങ്കോങ്ങിൽ നിന്നെത്തിയവരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് ലേബർ എംപിമാരുടെ കത്ത്. സ്ഥിരതാമസ അനുമതി നൽകുന്ന 10 വർഷ കാലാവധി എടുത്തുകളയണമെന്നും 34 എംപിമാരുടെ ആവശ്യം. 2026 മാർച്ച് മുതൽ BNO വിസയിൽ എത്തിയവർക്ക് ILR-നായി അപേക്ഷിക്കാം. 2021 മുതൽ ഹോങ്കോങ്ങിൽ നിന്നും എത്തിയ 2 ലക്ഷത്തോളം പേരെ മാറ്റം ബാധിക്കില്ല. UK-യിൽ റെസിഡന്റ് ഡോക്ടർമാരുടെ പണിമുടക്കിൽ ആശുപത്രി പ്രവർത്തനം പ്രതിസന്ധിയിൽ. ഫ്ലൂ കുതിച്ചുയരുന്നു. കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തത് 3140 കേസുകൾ. രോഗികളുടെ എണ്ണം 18% കൂടുതൽ. നോർത്ത് വെസ്റ്റിലെ ആശുപത്രികളിൽ കഴിഞ്ഞയാഴ്ച 4% വരെ കേസുകൾ താഴ്ന്നു. നേരിയ ആശ്വാസവുമായി NHS. റിഫോം UK നേതാവ് നൈജൽ ഫരാജിനെതിരെ തിരഞ്ഞെടുപ്പിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപണം. അന്വേഷണത്തിന് എക്സൈസ് പോലീസും ഇലക്ടറൽ കമ്മീഷനും. ആരോപണം ഉന്നയിച്ചത് ഫരാജിന്റെ പ്രചരണ വിഭാഗം അംഗമായിരുന്ന റിച്ചാർഡ് എവററ്റ്. ഇലക്ടറൽ കമ്മീഷന് ഔദ്യോഗികമായി പരാതി നൽകിയ ലേബർ പാർട്ടി ചെയർമാൻ. ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളി റിഫോം UK നേതാക്കൾ. അമേരിക്കയിലെ എഫ്സ്റ്റീൻ കേസിലെ ആദ്യഘട്ട രേഖകൾ പുറത്തുവിട്ട് നീതിന്യായ വകുപ്പ്. പുറത്തു വന്നത് മുൻ US പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ഒട്ടേറെ ചിത്രങ്ങളും ക്ലിന്റനെ കുറിച്ചുള്ള നിരവധി പരാമർശങ്ങളും. വെളിപ്പെടുത്തിയ രേഖകളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് കാര്യമായ പരാമർശങ്ങളില്ല. എഫ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടാനുള്ള സമയപരിധി ഡിസംബർ 19 അവസാനിക്കാനിരിക്കെയാണ് പുതിയ രേഖകൾ വെളിപ്പെടുത്തിയത്. സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ തിരിച്ചടി. IS കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള US ആക്രമണം. ഓപ്പറേഷൻ ഹൊക്കോയ് സ്ട്രൈക്ക് എന്ന പേരിൽ ആക്രമണം ലക്ഷ്യം വെക്കുന്നത് സിറിയയുടെ അടിസ്ഥാന സൗകര്യങ്ങളും ആയുധ കേന്ദ്രങ്ങളും. അമേരിക്കക്കാരെ ലക്ഷ്യം വെക്കുന്നവരെ ക്രൂരമായി കൊല്ലുമെന്ന് പെന്റഗൺ മേധാവി. മധ്യപ്രദേശിൽ രക്തം സ്വീകരിച്ചതിലൂടെ 5 കുട്ടികൾക്ക് HIV ബാധ. രക്തം സ്വീകരിച്ചത് സന ജില്ലയിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും. വിശദമായ റിപ്പോർട്ടുകൾ തേടി എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കമ്മീഷൻ നോട്ടീസ് നൽകി. വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ. കർശന നടപടി സ്വീകരിച്ച് പൊതുജനാരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ECIR രജിസ്റ്റർ ചെയ്യാൻ അനുമതി തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിന്റെ FIR-ഉം പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടും SIT-യിൽ നിന്നും ED-ക്ക് ലഭിച്ചു. ഉന്നതരുടെ പങ്കില്ലാതെ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടക്കില്ലെന്ന് കോടതി. അഴിമതി സമൂഹത്തെ ബാധിക്കുന്ന ക്യാൻസർ ആണെന്നും ഇത്തരം കേസുകൾ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും ജസ്റ്റിസ് A. ബദറുദ്ദീൻ. വാർത്തകൾ വിശദമായി. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ശനിയാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. അദ്ദേഹം ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രതിഭയാണ് അദ്ദേഹം. 200-ലേറെ സിനിമകളിൽ അഭിനയിച്ച് 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണ് അന്ത്യമായത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ചിരിയുടെ മേമ്പടിയോടെ അവതരിപ്പിക്കാൻ ശ്രീനിവാസന് സവിശേഷമായ കഴിവുണ്ടായിരുന്നു. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും നാടോടിക്കാറ്റും, TP വേണുഗോപാലൻ MAയും സന്ദേശവും വടക്കുനോക്കി യന്ത്രവും തലയണ മന്ത്രവും ഒന്നും മലയാളികൾ ഒരിക്കലും മറക്കാനാകില്ല. 5 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിന്താവിഷ്ടയായ ശ്യാമള, വടക്കുനോക്കി യന്ത്രം എന്നീ ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരങ്ങളും ലഭിച്ചു. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസനെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അനുസ്മരിച്ചു. മലയാള സിനിമയ്ക്ക് വീണ്ടെടുക്കാനാവാത്ത നഷ്ടമാണ് ശ്രീനിവാസന്റെ വേർപാടെന്ന് മുഖ്യമന്ത്രി അനുസ്മരണക്കുറിപ്പിൽ വ്യക്തമാക്കി. ചലച്ചിത്രത്തിന്റെ സമസ്ത രംഗങ്ങളിലും നായക സ്ഥാനത്ത് എത്തിയ പ്രതിഭയാണ് മറയുന്നത്. പച്ച മനുഷ്യന്റെ ജീവിതം വെള്ളിത്തിരയിൽ എത്തിക്കുന്നതിലും ചിരിയിലൂടെയും ചിന്തയിലൂടെയും പ്രേക്ഷകനെ താൻ ഇച്ഛിക്കുന്ന ബോധതലങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ഇതുപോലെ വിജയിച്ച ചലച്ചിത്രകാരന്മാർ വേറെ അധികമില്ല. സിനിമയിൽ നിന്ന് പോലും പല മാമൂലുകളെയും തകർത്തുകൊണ്ട് ശ്രീനിവാസൻ ചുവടുവെച്ചത്. താൻ പ്രകാശിപ്പിക്കുന്ന ആശയം കടുത്ത വിമർശനത്തിന് വിധേയമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സരസമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കടുത്ത വിയോജിപ്പുള്ളവരും ശ്രീനിവാസനിലെ പ്രതിഭയെ ആദരിച്ചു. സരസമായ ഭാഷയിലൂടെ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് കഴിവുറ്റ കലാകാരനായിരുന്നു ശ്രീനിവാസനെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അനുസ്മരിച്ചു. കാലത്തിന് മുൻപേ നടന്നയാളാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ സിനിമയിലെ ഉദ്ധരണികൾ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഉപയോഗിച്ചിരുന്നു. അദ്ദേഹത്തെ കാണാനിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിത വിയോഗമെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു.
ഹോങ്കോങ്ങിൽ നിന്നും പലായനം ചെയ്ത് വിസയിൽ ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനെത്തിയവരെ ബ്രിട്ടനിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ലേബർ എംപിമാരുടെ കത്ത്. ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാൻ 10 വർഷം താമസിക്കണമെന്ന നിബന്ധന ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് 34 ലേബർ എംപിമാർ ഒപ്പിട്ട കത്ത് സർക്കാരിന് നൽകി. മനുഷ്യത്വ പരിഗണനയിൽ നൽകിയ മറ്റു ചില വിസകൾ വന്നവർക്കും ബ്രിട്ടനിൽ സ്ഥിരമായി താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും പഠിക്കുന്നതിനും ആവശ്യമായ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുന്നതിനുള്ള ആദ്യ പടി കൂടിയാണ്. ILR ലഭിക്കുവാൻ ഒരു വ്യക്തി കുറഞ്ഞത് 5 വർഷം ബ്രിട്ടനിൽ താമസിച്ചിരിക്കണം എന്നതായിരുന്നു നിബന്ധന. ഈ കാലാവധി 10 വർഷമാക്കിക്കൊണ്ട് നവംബറിലായിരുന്നു പ്രഖ്യാപനമുണ്ടായത്. എന്നാൽ ഈ മാറ്റം ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന ഹോങ്കോങ്ങിൽ നിന്നും ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് വിസയിൽ 2021 മുതൽ എത്തിയവരെ ബാധിക്കില്ല എന്ന് ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എംപിമാർ മൈഗ്രേഷൻ മന്ത്രി മൈക്ക് ടാപ്പിന് കത്തെഴുതിയിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന കൺസർവേറ്റീവ് സർക്കാരാണ് ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് ഇവരെ ബ്രിട്ടനിൽ എത്തിച്ചത്. ILR ലഭിക്കുന്നതിനുള്ള പുതിയ നിബന്ധന അനുസരിച്ച് ഇംഗ്ലീഷിലെ പ്രാവീണ്യം ഇന്റർമീഡിയറ്റ് B1 ലെവലിൽ നിന്നും അപ്പർ ഇന്റർമീഡിയറ്റ് B2 ലെവലിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ILRന് അപേക്ഷിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള 3 മുതൽ 5 വർഷക്കാലം 12,570 പൗണ്ടിലധികം വേതനം ലഭിച്ചിരിക്കുകയും വേണം. ഹോങ്കോങ്ങിൽ നിന്നും എത്തിയവർക്ക് 5 വർഷം പൂർത്തിയായാൽ PR-ന് അപേക്ഷിക്കാൻ കഴിയുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് 10 വർഷം കാത്തിരിക്കേണ്ടതായി വരും. ഇപ്പോൾ വേതന പരിധിയും ഭാഷാ പ്രാവീണ്യവും സംബന്ധിച്ച് സർക്കാർ ചില കൺസൾട്ടേഷനുകൾ നടത്തി വരികയാണ്. എന്നാൽ ഈ കൺസൾട്ടേഷൻ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഹോങ്കോങ്ങുകാരുടെ കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നാണ് എംപിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത വർഷം ആദ്യത്തോടെ കൺസൾട്ടേഷൻ അവസാനിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 2026 മാർച്ച് മുതൽ തന്നെ BNO വിസയിലെത്തിയവർക്ക് ILR-നായി അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ വേതന പരിധിയിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും പെൻഷൻകാർ, അംഗപരിമിതർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ എന്നിവർക്ക് വരുമാന പരിധി മാനദണ്ഡം പാലിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരില്ല. അതിനർത്ഥം ഇവർക്ക് ILR-നായി അപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ്. അത്തരമൊരു സാഹചര്യം വന്നാൽ ഹോങ്കോങ്ങിലേക്കുള്ള തിരിച്ചുപോക്ക് ഇവരെ സംബന്ധിച്ച് ഒട്ടും സുരക്ഷിതമല്ലെന്നും എംപിമാർ കത്തിൽ വ്യക്തമാക്കുന്നു. അതിനോടൊപ്പം മനുഷ്യത്വ പരിഗണനയിൽ നൽകി മറ്റു ചില പ്രത്യേക വിസകൾ വന്നവർക്കും ILR-ന് അപേക്ഷിക്കാൻ ഇളവുകൾ നൽകണമെന്നും എംപിമാർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ അവസരം മുതലാക്കാൻ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾ കാത്തിരിക്കുകയാണ്. UK-യിൽ റെസിഡന്റ് ഡോക്ടർമാരുടെ പണിമുടക്കും ഫ്ലൂ ഉൾപ്പെടെയുള്ള വിന്റർ വൈറസുകൾ വ്യാപിക്കലും എത്തിയതോടെ ആശുപത്രികൾ ഹൈ അലർട്ടിൽ തുടരുന്നു. കഴിഞ്ഞ ആഴ്ച അവസാനം ഫ്ലൂ കേസുകൾ 3140 എന്ന സംഖ്യയിലെത്തി. ഒരാഴ്ച മുൻപത്തെ രോഗികളുടെ എണ്ണം 18% കൂടുതൽ. കേസുകൾ ഉയർന്നു നിൽക്കുമ്പോഴും നേരിയ ആശ്വാസത്തിന് വകയുണ്ടെന്ന് NHS ഇംഗ്ലണ്ട്. ഉയർന്ന വാക്സിനേഷൻ നിരക്കുകളും പ്രായമായവരെയും രോഗസാധ്യത ഉയർന്നവരെയും സംരക്ഷിക്കാനായി പൊതുജനങ്ങൾ കൈക്കൊള്ളുന്ന നടപടികളും ചേർന്നാണ് രോഗികളുടെ എണ്ണം കൂടുന്നതിൽ ഇളവ് വന്നതെന്ന് NHS ഇംഗ്ലണ്ട് വ്യക്തമാക്കി. ആശുപത്രികൾ ഫ്ലൂ കേസുകൾ വർദ്ധിക്കുന്നതിൽ കുറവ് വന്നിട്ടുണ്ട് എന്നത് സ്വാഗതാർഹമാണ്. നോർത്ത് വെസ്റ്റിലെ ആശുപത്രികൾ കഴിഞ്ഞ ആഴ്ച 4% വരെ കേസുകൾ താഴ്ന്നു. NHS ഇംഗ്ലണ്ട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രൂപമാറ്റം വന്ന സ്ട്രെയിനാണ് ഇക്കുറി ഫ്ലൂ കേസുകൾ കുതിച്ചുയരാൻ ഇടയാക്കിയത്. കോവിഡ് കാലത്തിന് സമീപമായ നിയന്ത്രണങ്ങൾ ജനങ്ങൾ സ്വയം പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം 26% ശമ്പള വർധനവ് ആവശ്യപ്പെട്ടിട്ടുള്ള റെസിഡന്റ് ഡോക്ടർമാരുടെ പണിമുടക്ക് തുടരുകയാണ്. റിഫോം UK നേതാവ് നൈജൽ ഫരാജ് 2024 പൊതു തിരഞ്ഞെടുപ്പിൽ നേടിയ വിജയം സാമ്പത്തിക ക്രമക്കേട് നടത്തിയാണെന്ന ആരോപണം. നിശ്ചയിച്ച പരിധിയേക്കാൾ കൂടുതൽ തുക തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ചെലവഴിച്ചെന്ന പരാതിയിൽ എക്സൈസ് പോലീസും ഇലക്ടറൽ കമ്മീഷനും അന്വേഷണം ആരംഭിച്ചേക്കും. മുൻ റിഫോം UK കൗൺസിലറും ഫരാജിന്റെ പ്രചരണ വിഭാഗം അംഗവുമായിരുന്ന റിച്ചാർഡ് എവറന്റാണ് ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയത്. ഔദ്യോഗിക കണക്കുകൾ ഉൾപ്പെടാതെ ഏകദേശം 900 പൗണ്ട് അധികമായി ചെലവഴിച്ചെന്നാണ് വെളിപ്പെടുത്തൽ. നോട്ടീസുകൾ, ബാനറുകൾ, ഇലക്ട്രിസിറ്റി ബില്ലുകൾ, ഓഫീസ് ബാർ നവീകരണം എന്നിവയ്ക്കായി ചെലവാക്കിയ തുക മറച്ചുവെച്ചതാണ് പരാതി. ബ്രിട്ടീഷ് തിരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാവുന്ന പരമാവധി തുക 20,660 പൗണ്ടാണ്. ഫരാജ് സമർപ്പിച്ച ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ പരിധിക്ക് വെറും 400 പൗണ്ട് താഴെയാണ് അദ്ദേഹം ചെലവഴിച്ചത്. എന്നാൽ എവറന്റ് ഉന്നയിക്കുന്ന 900 പൗണ്ട് കൂടി കണക്കിലെടുത്താൽ ഫരാജ് നിയമപരമായി പരിധി ലംഘിച്ചതായി വ്യക്തമാകും. സംഭവത്തിൽ ലേബർ പാർട്ടി ചെയർമാൻ ഇലക്ടറൽ കമ്മീഷന് ഔദ്യോഗികമായി പരാതി നൽകി. ബ്രിട്ടീഷ് ജനാധിപത്യത്തെ അവഹേളിക്കുന്ന മൗനം വെടിഞ്ഞ് ഫരാജ് സത്യാവസ്ഥ വെളിപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. പരാതി ലഭിച്ചതായും അത് ഗൗരവമായി പരിശോധിച്ചു വരികയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഡിസംബർ 5-ന് മെട്രോപൊളിറ്റൻ പോലീസിന് ലഭിച്ച പരാതി സംഭവം നടന്ന സ്ഥലം
കണക്കിലെടുത്ത് എക്സൈസ് പോലീസിന് കൈമാറി. കേസിൽ പ്രാഥമിക പരിശോധനകൾ നടന്നുവരികയാണെന്നും പോലീസ് വക്താക്കളെ അറിയിച്ചു. അതേസമയം ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും റിഫോം UK വക്താവ് പ്രതികരിച്ചു. പാർട്ടി വിട്ടുപോയ ഒരാളുടെ പകപോക്കൽ മാത്രമാണ് ഇതെന്നും തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ കർശനമായി പാലിച്ചാണ് പ്രചരണം നടത്തിയെന്നും പാർട്ടി വ്യക്തമാക്കി. ഇംഗ്ലണ്ടും വെയിൽസും ഉൾപ്പെടുന്ന കത്തോലിക്ക സഭയുടെ പുതിയ നേതൃത്വ സ്ഥാനത്ത് ആർച്ച് ബിഷപ്പ് റിച്ചാർഡ് മൊത്ത്. വത്തിക്കാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച നിയമനപ്രകാരം വെസ്റ്റ്മിൻസ്റ്റർ ആർച്ച് ബിഷപ്പായാണ് അദ്ദേഹത്തിന്റെ ചുമതല. ഇതോടെ ഈ പ്രദേശത്തെ കത്തോലിക്ക സഭയുടെ ആത്മീയവും ഭരണപരവുമായ പ്രധാന ഉത്തരവാദിത്തങ്ങൾ റിച്ചാർഡ് മൊത്തിന്റെ കൈകളിലേക്ക് എത്തും. ലണ്ടനിൽ നടന്ന വാർത്താ സമ്മേളനത്തിലൂടെയാണ് പുതിയ നിയമന വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. 2009 മുതൽ വെസ്റ്റ്മിൻസ്റ്റർ ആർച്ച് ബിഷപ്പായി സേവനമനുഷ്ഠിച്ചിരുന്ന കർദിനാൾ വിൽസൺ നിക്കോളാസിന് 80 വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞതാണ് നേതൃമാറ്റത്തിന് വഴിവെച്ചത്. കഴിഞ്ഞ 10 വർഷമായി അരുണ്ടൽ ബ്രൈറ്റൺ രൂപതയുടെ ബിഷപ്പായിരുന്ന റിച്ചാർഡ് മൊത്ത് അതിനു മുമ്പ് ബ്രിട്ടീഷ് സായുധ സേനകളുടെ ബിഷപ്പായും സേവനം അനുഷ്ഠിച്ചിരുന്നു. സഭാഭരണത്തിലും സാമൂഹിക വിഷയങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ പരിചയം സഭയെ പുതിയ തലത്തിൽ എത്തിക്കുന്നതിനുള്ള സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വെസ്റ്റ്മിൻസ്റ്റർ ആർച്ച് ബിഷപ്പായി ചുമതല ഏറ്റെടുക്കുന്നതോടെ ഇംഗ്ലണ്ട് വെയിൽസ് ബിഷപ്പുമാരുടെ സമ്മേളനത്തിന്റെ പ്രസിഡന്റായും റിച്ചാർഡ് മൊത്ത് പ്രവർത്തിക്കും. ഇംഗ്ലണ്ടും വെയിൽസും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഏകദേശം 60 ലക്ഷം കത്തോലിക്ക വിശ്വാസികൾക്ക് അദ്ദേഹം ആത്മീയ നേതൃത്വം നൽകും. വിശ്വാസികളുടെ സാമൂഹിക ഇടപെടലുകൾ ശക്തിപ്പെടുത്തുന്നതിലും സഭയുടെ ശബ്ദം പൊതുജീവിതത്തിൽ കൂടുതൽ സജീവമാക്കുന്നതിലും പുതിയ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ നിർണായക പങ്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയും കോടീശ്വരനുമായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടുള്ള എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിട്ടു തുടങ്ങി. യുഎസിലെ നീതിന്യായ വകുപ്പാണ് എപ്സ്റ്റീൻ കേസിലെ ആദ്യഘട്ട രേഖകൾ വെള്ളിയാഴ്ച പുറത്തുവിട്ടത്. ആയിരക്കണക്കിന് രേഖകളിൽ മുൻ US പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ഒട്ടേറെ ചിത്രങ്ങളും ക്ലിന്റനെ കുറിച്ച് നിരവധി പരാമർശങ്ങളുമുണ്ട്. അതേസമയം വെള്ളിയാഴ്ച പുറത്തുവിട്ട രേഖകളിൽ നിലവിലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് കാര്യമായ പരാമർശങ്ങളൊന്നും US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. എപ്സ്റ്റീന്റെ സ്വകാര്യ ദ്വീപിലെ വസതിയിൽ നിന്നുമുള്ള ബിൽ ക്ലിന്റന്റെ വിവിധ ചിത്രങ്ങളാണ് വെള്ളിയാഴ്ച പുറത്തുവിട്ട രേഖകൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന റിപ്പോർട്ട്. യുവതികൾക്കൊപ്പം നീന്തൽക്കുളത്തിൽ നീന്തി തുടിക്കുന്ന ക്ലിന്റന്റെ ചിത്രമടക്കം ഇതിൽ ഉൾപ്പെടുന്നു. കേസിൽ പുറത്തുവന്ന ചിത്രങ്ങളിലൊന്ന് ഹോട്ട് ടബിൽ ക്ലിന്റൺ ചാരിക്കിടക്കുന്നതാണ്. ഈ ചിത്രത്തിൽ ഹോട്ട് ടബിൽ മറ്റൊരു സ്ത്രീയുണ്ടെങ്കിലും ഇവരുടെ മുഖം മറച്ചിട്ടുണ്ട്. നീന്തൽക്കുളത്തിൽ യുവതികൾക്കൊപ്പം ക്ലിന്റന്റെ നീന്തി തുടിക്കുന്നതാണ് മറ്റൊരു ചിത്രം. ഈ ചിത്രത്തിൽ യുവതിയുടെ മുഖം മറച്ചിട്ടുണ്ട്. എന്നാൽ ക്ലിന്റനൊപ്പമുള്ള രണ്ടാമത്തെ യുവതി എപ്സ്റ്റീന്റെ കാമുകിയും കൂട്ടുപ്രതിയുമായ മാക്സ്വെല്ലാണ് എന്ന് കരുതുന്നു. പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സണും ഗായിക ഡയാന റോസിനും ഒപ്പം ബിൽ ക്ലിന്റൺ നിൽക്കുന്ന ചിത്രവും പുറത്തെത്തിയിട്ടുണ്ട്. എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടുന്നതിൽ ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള US നീതിന്യായ വകുപ്പാണ് പൂർണ്ണ നിയന്ത്രണം. അതിനാൽ ഏതൊക്കെ രേഖകൾ പുറത്തുവിടുമെന്ന് ഇതുവരെയും വ്യക്തമല്ല. പുറത്തുവിടേണ്ട രേഖകൾ തിരഞ്ഞെടുക്കുന്നതിലെ മാനദണ്ഡങ്ങളും വ്യക്തമാക്കിയിട്ടില്ല. എപ്സ്റ്റീൻ ഫയലിൽ ഇതുവരെ പുറത്തുവരാത്ത ചിത്രങ്ങളും വിവരങ്ങളുമാണ് നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ ഡെമോക്രാറ്റിക് അംഗങ്ങൾ എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട വിവിധ രേഖകളും ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു. ജെഫ്രി എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട് എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടാൻ US കോൺഗ്രസ് നിശ്ചയിച്ച സമയപരിധി ഡിസംബർ 19 ആയിരുന്നു. ഈ സാഹചര്യത്തിലാണ് എപ്സ്റ്റീൻ കേസിലെ രേഖകൾ പുറത്തുവന്നു തുടങ്ങിയത്. എപ്സ്റ്റീൻ നിരവധി പെൺകുട്ടികളെ സ്വകാര്യ ദ്വീപിലേക്ക് കടത്തിക്കൊണ്ടുപോയി ലൈംഗിക ചൂഷണം നടത്തിയെന്നാണ് കേസ്. ഒട്ടേറെ പ്രമുഖരും എപ്സ്റ്റീന്റെ ലൈംഗിക വൈകൃതങ്ങൾ നിറഞ്ഞ കുപ്രസിദ്ധമായ ദ്വീപിലേക്ക് യാത്ര ചെയ്തിരുന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു. 2 സൈനികരടക്കം 3 US കൊല്ലപ്പെട്ടതിന് പിന്നാലെ സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ തിരിച്ചടി. ഓപ്പറേഷൻ ഹൊയോക് സ്ട്രൈക്ക് എന്ന പേരിലാണ് സിറിയയിലെ IS കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് US ആക്രമണം ആരംഭിച്ചത്. പെന്റഗൺ മേധാവി ഇത് സ്ഥിരീകരിച്ചു. IS അംഗങ്ങളുടെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും ആയുധ കേന്ദ്രങ്ങളും ഇല്ലാതാക്കുന്നതിനായി US സൈന്യം സിറിയയിൽ ഓപ്പറേഷൻ ഹോങ് സ്ട്രൈക്ക് ആരംഭിച്ചു എന്നും മേധാവി വ്യക്തമാക്കി. മധ്യ സിറിയയിലെ 70ഓളം IS കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് അമേരിക്ക വൻ ആക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ട്. കൂടുതൽ ആക്രമണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. അത്യാധുനിക യുദ്ധവിമാനങ്ങളായ F-15 ഈഗിൾ, A-10 തണ്ടർബോൾട്ട് തുടങ്ങിയവയും AH-65 അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുമടക്കം ഉപയോഗിച്ചാണ് US സൈന്യം IS കേന്ദ്രങ്ങളിൽ തിരിച്ചടി നടത്തിയതെന്നാണ് വിവരം. ജോർദാനിൽ നിന്നുമുള്ള അമേരിക്കയുടെ F-16 യുദ്ധവിമാനങ്ങളും ഹിമാൻസ് മിസൈലുകളും US സേന ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ദിവസങ്ങൾക്ക് മുമ്പാണ് IS ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 2 സൈനികരടക്കം 3 US കൊല്ലപ്പെട്ടത്. സിറിയയിലെ പാൽമൈറിലായിരുന്നു സംഭവം. ആക്രമണത്തിൽ 3 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അക്രമിയെ US സൈന്യം വധിച്ചിരുന്നു. ഇതിന് പിന്നാലെ ISന് കനത്ത തിരിച്ചടി നൽകുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി.
അമേരിക്കയിലെ പ്രശസ്തമായ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന വെടിവയ്പിലെ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. പോർച്ചുഗീസ് പൗരനായ ക്ലോഡിയോ നെവസ് വാലന്റ് എന്ന 48-കാരനാണ് മരിച്ചത്. ന്യൂ ഹാംഷെയറിലെ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന വെടിവയ്പിൽ 2 വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഉസ്ബെക്കിസ്ഥാൻ സ്വദേശിയായ മുഹമ്മദ് അസീസ് ഉമർ സോവോക്കയും മറ്റൊരാൾ അലമബാദ് സ്വദേശിയുമായ എല്ലാ കുക്കുമാണ്. MIT-യിൽ പ്രൊഫസർ ന്യൂനോ ലോറയെയും അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയതിനു പിന്നിലും ഇയാൾ തന്നെയാണെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. വാടകയ്ക്കെടുത്ത കാറിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പോലീസിനെ പ്രതിയിലേക്ക് എത്തിച്ചത്. പോലീസ് വളഞ്ഞതോടെ ഇയാൾ സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.80 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.14 യൂറോ. ഒരു US ഡോളർ 89.57 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 104.87 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 64.90 ഇന്ത്യൻ രൂപ. വീണ്ടും വാർത്തകളിലേക്ക്. മധ്യപ്രദേശിലെ സത്ന ജില്ലയിൽ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും രക്തം സ്വീകരിച്ചതിലൂടെ 5 കുട്ടികൾക്ക് HIV ബാധ. വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ടു. ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ തടയുന്നതിനായി വിശദമായ റിപ്പോർട്ടുകൾ തേടി എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കമ്മീഷൻ നോട്ടീസ് നൽകി. 7-അംഗ അന്വേഷണ സമിതിയുടെ പ്രാഥമിക കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശ് പൊതുജനാരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് കർശന നടപടികൾ ആരംഭിച്ചു. സംഭവത്തിന് പിന്നാലെ സത്ന ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് ഇൻചാർജിനെയും 2 ലബോറട്ടറി ടെക്നീഷ്യന്മാരെയും സസ്പെൻഡ് ചെയ്തു. ഡോക്ടർ ദേവേന്ദ്ര പട്ടേൽ, ലാബ് ടെക്നീഷ്യന്മാരായ റാംഫായി ത്രിപാഠി, നന്ദലാൽ പാണ്ഡെ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കൂടാതെ സത്ന ജില്ലാ ആശുപത്രിയുടെ മുൻ സിവിൽ സർജനായിരുന്ന ഡോക്ടർ മനോജ് ശുക്ലയ്ക്ക് രേഖാമൂലം വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം തൃപ്തികരമല്ലാത്ത പക്ഷം കർശന വകുപ്പ് തല നടപടികൾ ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. സമീപകാലത്തെ ഏറ്റവും ഗുരുതരമായ പൊതുജനാരോഗ്യ വീഴ്ചകളിലൊന്നാണ് ഈ സംഭവം തുറന്നുകാട്ടുന്നത്. തലാസിമിയ ബാധിച്ച കുട്ടികൾക്കാണ് രോഗബാധ ഉണ്ടായത്. 3 ബ്ലഡ് ബാങ്കുകളിൽ നിന്നും ശേഖരിച്ച ആകെ 189 യൂണിറ്റ് രക്തമാണ് കുട്ടികൾക്ക് നൽകിയത്. ഇത് ഏകദേശം 200 ദാതാക്കളിൽ നിന്ന് ശേഖരിച്ചതാണ്. ദാതാക്കളുടെ രക്തത്തിലൂടെയാണ് HIV പകർന്നതെന്നാണ് നിഗമനം. മധ്യപ്രദേശിൽ 70,000-ത്തിലധികം HIV രോഗികളുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിരവധി ജില്ലകൾ ഉയർന്ന അപകട സാധ്യത ഉള്ളതായി വർഗീകരിക്കപ്പെട്ടതും കണക്കിലെടുക്കുമ്പോൾ രക്തസുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഒരു ചെറിയ ലംഘനം പോലും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നും പൊതുജനാരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മതപരിവർത്തന പ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് ജർമ്മൻ ദമ്പതികളടക്കം 6 പേരെ രാജസ്ഥാനിലെ ശ്രീഗംഗാർ നഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും 15 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കരൺപൂരിൽ നിന്നും അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ പ്രാർത്ഥനാ സംഘം എന്നാരോപിച്ച് 6 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ ജർമ്മൻ ദമ്പതികൾ വർക്ക് വിസയിൽ ഇന്ത്യയിലെത്തിയതാണെന്നും പോലീസ് വ്യക്തമാക്കി. ജർമ്മൻ ദമ്പതികളുടെ പേര് FIR-ൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ജർമ്മനിയിൽ ഉണ്ടായിരുന്ന കാലം മുതൽ അവരെ അറിയാവുന്ന തടവുകാരിൽ ഒരാളുടെ ക്ഷണപ്രകാരമാണ് അവർ പ്രദേശം സന്ദർശിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. ഭാരതീയ ന്യായ സംഹിത, രാജസ്ഥാൻ മതപരിവർത്തന വിരുദ്ധ നിയമം, വിദേശി നിയമം സെക്ഷൻ 14 എന്നിവ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ 1 കോടിയോളം വോട്ടർമാരെ നീക്കിയത് ഞെട്ടിക്കുന്ന നടപടിയെന്ന് DMK പ്രതികരിച്ചു. ഇന്നു മുതൽ ബൂത്ത് തലത്തിൽ പാർട്ടി പരിശോധന നടത്തും. ഒരു വോട്ടറെയെങ്കിലും അനർഹമായി ഒഴിവാക്കിയാൽ കോടതിയെ സമീപിക്കുമെന്നും DMK വ്യക്തമാക്കി. 66 ലക്ഷം പേരുടെ മേൽവിലാസം കണ്ടെത്താനായിട്ടില്ലെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്നും കോൺഗ്രസ് MP P ചിദംബരം പറഞ്ഞു. അതേസമയം കരട് വോട്ടർ പട്ടികയെ സ്വാഗതം ചെയ്ത് BJP-യും AIADMK-യും രംഗത്തെത്തി. പട്ടികയിൽ നിന്നും നീക്കിയത് വ്യാജ വോട്ടർമാരെ എന്നാണ് അവരുടെ നിലപാട്. മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മണ്ഡലത്തിൽ നിന്നും 1,03,812 വോട്ടർമാരെയാണ് ഒഴിവാക്കിയത്. ഉദയനിധിയുടെ മണ്ഡലത്തിൽ നിന്നും 89,421 വോട്ടർമാരെയും നീക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ECIR രജിസ്റ്റർ ചെയ്യാൻ അനുമതി തേടി ED. കൊച്ചി ED യൂണിറ്റ് ഡൽഹിയിലെ ED ഡയറക്ടറേറ്റിന് കത്തയച്ചു. തിങ്കളാഴ്ചയോടെ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അനുമതി ലഭിച്ചാൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ECIR രജിസ്റ്റർ ചെയ്യും. ആദ്യഘട്ട നടപടി എന്ന നിലയിൽ ജയിലിൽ കഴിയുന്ന പ്രതികളുടെ മൊഴിയെടുക്കാനും ED തീരുമാനിച്ചു. കേസിന്റെ FIR-ഉം ഇതുവരെ അറസ്റ്റിലായ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടും SIT-യിൽ നിന്നും ED-ക്ക് ലഭിച്ചു.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഹൈക്കോടതി ഇന്നലെ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ SITക്ക് അലംഭാവമില്ല എന്നും ചില കുറ്റവാളികളെ ഒഴിവാക്കുന്നതായി സംശയിക്കുന്നതായും സിംഗിൾ ബെഞ്ച് വിമർശിച്ചു. വിജയകുമാറിനെയും ശങ്കർദാസിനെയും എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല എന്നും കോടതി ചോദിച്ചു. N വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലാണ് SITക്കെതിരെയുള്ള പരാമർശങ്ങൾ. ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ തന്നെ അത് നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നു. സ്വർണം പൂശിയ അമൂല്യ വസ്തുക്കൾ ചെമ്പ് പാളികളെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് സ്വർണം തട്ടിയെടുക്കാനുള്ള ശ്രമമാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ ജാമ്യാപേക്ഷ തള്ളിയത്. ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഉന്നതരുടെ പങ്കില്ലാതെ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അഴിമതി സമൂഹത്തെ ബാധിക്കുന്ന ക്യാൻസറാണെന്നും ഇത്തരം കേസുകൾ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇനി സ്പോർട്സ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പര 3-1 സ്വന്തമാക്കി ഇന്ത്യ. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന അവസാന മത്സരത്തിൽ 30 റൺസിന് ജയിച്ചതോടെയാണ് ഇന്ത്യ പരമ്പര നേടിയത്. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 230 റൺസാണ് നേടിയത്. ഹർദിക് പാണ്ഡ്യ, തിലക് വർമ്മ എന്നിവരാണ് ഇന്ത്യയെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. മടങ്ങുന്നത് സാധാരണക്കാരന്റെ തളത്തിൽ ദിനേശൻ. അന്ത്യം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ശനിയാഴ്ച രാവിലെ. മലയാള സിനിമയ്ക്ക് വീണ്ടെടുക്കാനാവാത്ത നഷ്ടമാണ് ശ്രീനിവാസന്റെ വേർപാടെന്ന് മുഖ്യമന്ത്രി. കാലത്തിന് മുമ്പേ നടന്നയാളാണ് ശ്രീനിവാസൻ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്ത്യമായത് 48 വർഷം നീണ്ട സിനിമാ ജീവിതം. ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിന് ഹോങ്കോങ്ങിൽ നിന്നെത്തിയവരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് ലേബർ MPമാരുടെ കത്ത്. സ്ഥിരതാമസ അനുമതി നൽകുന്ന 10 വർഷ കാലാവധി എടുത്തുകളയണമെന്നും 34 MPമാരുടെ ആവശ്യം. 2026 മാർച്ച് മുതൽ BNO വിസയിൽ എത്തിയവർക്ക് ILR-നായി അപേക്ഷിക്കാം. 2021 മുതൽ ഹോങ്കോങ്ങിൽ നിന്നും എത്തിയ 2 ലക്ഷത്തോളം പേരെ മാറ്റം ബാധിക്കില്ല. UK-യിൽ റെസിഡന്റ് ഡോക്ടർമാരുടെ പണിമുടക്കിൽ ആശുപത്രി പ്രവർത്തനം പ്രതിസന്ധിയിൽ. ഫ്ലൂ കുതിച്ചുയർന്നു. കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തത് 3140 കേസുകൾ. രോഗികളുടെ എണ്ണം 18% കൂടുതൽ. നോർത്ത് വെസ്റ്റിലെ ആശുപത്രികളിൽ കഴിഞ്ഞയാഴ്ച 4% വരെ കേസുകൾ താഴ്ന്നു. നേരിയ ആശ്വാസവുമായി NHS. റിഫോം UK നേതാവ് നൈജൽ ഫരാജിനെതിരെ തിരഞ്ഞെടുപ്പിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപണം. അന്വേഷണത്തിന് എക്സൈസ് പോലീസും ഇലക്ടറൽ കമ്മീഷനും. ആരോപണം ഉന്നയിച്ചത് ഫരാജിന്റെ പ്രചരണ വിഭാഗം അംഗമായിരുന്ന റിച്ചാർഡ് എവററ്റ്. ഇലക്ടറൽ കമ്മീഷന് ഔദ്യോഗികമായി പരാതി നൽകിയ ലേബർ പാർട്ടി ചെയർമാൻ. ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളി റിഫോം UK നേതാക്കൾ. അമേരിക്കയിലെ എപ്സ്റ്റീൻ കേസിലെ ആദ്യഘട്ട രേഖകൾ പുറത്തുവിട്ട് നീതിന്യായ വകുപ്പ്. പുറത്തു വന്നത് മുൻ US പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ഒട്ടേറെ ചിത്രങ്ങളും ക്ലിന്റനെ കുറിച്ചുള്ള നിരവധി പരാമർശങ്ങളും. വെളിപ്പെടുത്തിയ രേഖകളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് കാര്യമായ പരാമർശങ്ങളില്ല. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടാനുള്ള സമയപരിധി ഡിസംബർ 19 അവസാനിക്കാനിരിക്കെയാണ് പുതിയ രേഖകൾ വെളിപ്പെടുത്തിയത്. സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ തിരിച്ചടി. IS കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള US ആക്രമണം. ഓപ്പറേഷൻ ഹൊക്കോയ് സ്ട്രൈക്ക് എന്ന പേരിൽ ആക്രമണം ലക്ഷ്യം വെക്കുന്നത് സിറിയയുടെ അടിസ്ഥാന സൗകര്യങ്ങളും ആയുധ കേന്ദ്രങ്ങളും. അമേരിക്കക്കാരെ ലക്ഷ്യം വെക്കുന്നവരെ ക്രൂരമായി കൊല്ലുമെന്ന് പെന്റഗൺ മേധാവി. മധ്യപ്രദേശിൽ രക്തം സ്വീകരിച്ചതിലൂടെ 5 കുട്ടികൾക്ക് HIV ബാധ. രക്തം സ്വീകരിച്ചത് സന ജില്ലയിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും. വിശദമായ റിപ്പോർട്ടുകൾ തേടി എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കമ്മീഷൻ നോട്ടീസ് നൽകി. വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ. കർശന നടപടി സ്വീകരിച്ച് പൊതുജനാരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ECIR രജിസ്റ്റർ ചെയ്യാൻ അനുമതി തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിന്റെ FIR-ഉം പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടും SIT-യിൽ നിന്നും EDക്ക് ലഭിച്ചു. ഉന്നതരുടെ പങ്കില്ലാതെ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടക്കില്ലെന്ന് കോടതി. അഴിമതി സമൂഹത്തെ ബാധിക്കുന്ന ക്യാൻസർ ആണെന്നും ഇത്തരം കേസുകൾ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും ജസ്റ്റിസ് A. ബദറുദ്ദീൻ. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.